ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പാറസ് വേഗിലൂടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കെട്ടി ഒരുങ്ങി എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിന്നൊരു റിസപ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ അച്ഛൻ്റെ പെങ്ങളുടെ മോൻ്റെ റിസപ്ഷനാണ്. അപ്പോൾ പാറസ് ഞാനൊക്കെ നല്ല സുന്ദരിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഓപ്പൺ ഏരിയയിലായിരുന്നു കേട്ടോ നമുക്ക് റിസപ്ഷൻ സെറ്റ് ചെയ്തത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്കാണെങ്കിലും ഓടി നടക്കാനൊക്കെ കളിക്കാനൊക്കെ നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ളൊരു നല്ലൊരു അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ. പിന്നെ ബ്രൈഡും ഗ്രൂമും ആണെങ്കിൽ അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ പാർട്ടീസ് ഞാനിവിടെ നടക്കുന്നുണ്ട്. വന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ അങ്ങാടി ഇങ്ങോട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ രാത്രി ആകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്താണെന്ന് പറയുന്നത്. കാരണം ഫുൾ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ഉള്ളൂ. അപ്പോൾ രാത്രി ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ട്. വന്നാലും ഞങ്ങൾ ചുമ്മാ ഫോട്ടോസൊക്കെ എടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ബ്രൈഡിൻ്റെയും അമൽ ചേട്ടനും ഗോപിയും. അപ്പോൾ അതേ ഞങ്ങൾ ചുമ്മാ വർത്താനം പറഞ്ഞൊക്കെ പിന്നെ സൈഡിലോട്ടൊക്കെ ഇറങ്ങിയതോട്ട് പിള്ളേരൊക്കെ നല്ല കളിയാണ് കേട്ടോ. സൈഡിൽ പുല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഓടിക്കളിക്കാൻ അവർക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാനും പറ്റിയൊരു നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം തന്നെയായിരുന്നു. അപ്പോൾ അവരവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അവർ പോയിൻ്റെ പുറകെ ഞാനും പാറസും പുറകിൽ കുഞ്ഞം വന്നുണ്ട് കേട്ടോ. ഓടി വരുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ചുമ്മാ അങ്ങടിങ്ങോട്ട് നടക്കുന്നൊരു കുറച്ച് വീഡിയോസൊക്കെ മുന്നേ കൊണ്ടിടിപ്പിച്ചായിരുന്നു. പിന്നെ പാറൂസ് പിന്നെ ചേച്ചിമാരെ കണ്ടപ്പോൾ പിന്നെ അവരുടെ ഒപ്പം നല്ല ഓടിക്കളിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു എന്താ പറയുക, ഒരു ഗുഡ് ഫീലിംഗ് ഉള്ളൊരു പ്ലേസ് തന്നെയായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിനേക്കാളും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്കൊരു ഓപ്പൺ ഏരിയ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ അതേ നമ്മൾ ചുമ്മാ ലൈറ്റിൻ്റെ ഇടയ്ക്ക് വന്ന് ഞാനും കുഞ്ഞിനും കൂടി കുറച്ച് പോസിലൊക്കെ ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് ഇരുട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടില്ല കേട്ടോ. കോഴിക്കോട് നിന്നാണ് അവർ വന്നത്. അപ്പോൾ നൈറ്റായിട്ടാണ് പരിപാടി വെച്ചത്. അവർ ഒരു 8:30 ആയപ്പോഴേക്കും എത്തിയത്. പിന്നെ ചേച്ചിയും ഫാമിലിയൊക്കെ ഫോട്ടോ കയറിയപ്പോൾ ഒരാൾ അവിടെ പോയി പോസ് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ. ഡാൻസൊക്കെ കളിച്ചിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കയറിയപ്പോൾ അവൾ ഇടഞ്ഞ് കൊമ്പത്തി ആയിട്ടിട്ട് അവിടെ താഴെ നിൽക്കുന്നുണ്ടായിരുന്നില്ല, എൻ്റെ ഒക്കത്തിരിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു കണക്കിന് ഫോട്ടോ എടുത്തു ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാനായിരുന്നു. അപ്പോൾ ചേച്ചിയും കുഞ്ഞിനൊക്കെ നല്ല പെടയാണ്. അപ്പോൾ പാറൂസ് അച്ഛമ്മയുടെ ഒക്കത്തിരുന്നിട്ട് കഴിക്കാനുണ്ട് കേട്ടോ. വെള്ളം കുടിച്ചിട്ട് സൂപ്പറാണെന്ന് പറയുന്നത് ആ ചൂണ്ടുവരൽ വെച്ച് കാണിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. എൻ്റെയും ഫുഡടി കഴിഞ്ഞു. ഗുലാബ് ജാമുൻ ഐസ്ക്രീമൊക്കെ നല്ലോണം തട്ടി വീഴുന്നുണ്ട് ഗൈസ്. ഫ്രീ ആയിട്ട് കിട്ടണത് നമ്മൾ എന്തും വെറുതെ വിടാറില്ല. വയറ് പൊട്ടിയാലും ഞാൻ കഴിക്കും. അങ്ങനെ ഒരു 3-4 ട്രിപ്പൊക്കെ കഴിച്ചും തോന്നാനുണ്ട് കേട്ടോ. പിന്നെ ഗുലാബ് ജാമുൻ പിന്നെ കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തോ പോലെ ആവുള്ളൂ. പഞ്ചസാര ലൈനിലാണല്ലോ. ഐസ്ക്രീമിന് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പാറൂസും കുഞ്ഞിനൊക്കെ ആയിട്ടിരിക്കേണ്ട. അപ്പോൾ ഞാനിവിടെ ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ വേണം. അപ്പോൾ കുഞ്ഞിനവിടെ ഉണ്ടാവും കേട്ടോ. അവർ അമ്മൂൻ്റെ ഒക്കത്തുനിന്ന് മാറാണ്ട് നിൽക്കേണ്ട. പാറൂസാണെങ്കിൽ അവൾക്ക് വെള്ളം കൊടുക്കണുണ്ട് കേട്ടോ. അപ്പം അവളാണെങ്കിൽ എൻ്റെ ഒരു വന്നില്ല, അമ്മൂൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഇപ്പോൾ പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി ഇരിക്കണം. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അവർ വന്നു കേട്ടോ. ഒരു 8:30 ആയപ്പോൾ പാറൂസ് പിന്നെ വാശി പിടിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.